പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20. പ്രധാന വാർത്തകൾ. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ തയ്യൽ കടകളിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പുരുഷന്മാരുടെ ടൈലറിംഗ് കടകളിലായിരുന്നു പരിശോധന. ഒമാനി വസ്ത്രരീതികളെ വികലമാക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. മത്രാസൂക്കിൽ KMCC സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 2000-ലേറെ ആളുകൾ പങ്കെടുത്ത നോമ്പുതുറയിൽ സ്വദേശികളും വിവിധ ദേശക്കാരായ പ്രവാസികളും കൂടാതെ മത്രാസൂക്കിലെത്തിയ വിദേശ ടൂറിസ്റ്റുകളും ഭാഗമായി. പ്രധാന സൂക്കിന്റെ നടപ്പാതകളിൽ ഇരുവശത്തും ആളുകൾ നിരന്നിരുന്നപ്പോൾ സൂക്ക് സാക്ഷ്യം വഹിച്ചത് ഒരു വേറിട്ട ഒത്തുകൂടലിനായിരുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു. ഒമാനിൽ ഔദ്യോഗികമായി വസന്തകാലം ആരംഭിക്കുന്നു. ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇന്ന് വസന്തത്തിലെ ആദ്യ ദിനമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രസ്താവനയിൽ പറയുന്നു. വരും ദിവസങ്ങളിൽ വിവിധ നഗരങ്ങളിലെ താപനില ക്രമാനുഗതമായി ഉയരും. ശൈത്യകാലത്തിൽ നിന്ന് വസന്തകാലത്തിലേക്കുള്ള മാറ്റം വരും ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ പ്രകടമാകും. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ഹംറ അൽ ദുറൂ പ്രദേശത്താണ്, 36.7 ഡിഗ്രി സെൽഷ്യസ്. അതേസമയം കുറഞ്ഞ താപനില റിപ്പോർട്ട് ചെയ്തത് സൈക്ക് പ്രദേശത്താണ്, 13.5 ഡിഗ്രി സെൽഷ്യസ്. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിരപരാധികളായ ജീവനുകൾ നഷ്ടപ്പെട്ടതിനും കൊടും ദുരിതം അനുഭവിക്കുന്നവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി. ഫലസ്തീൻ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും വേദനാജനകമായ മാനവിക പ്രതിസന്ധിയും ലഘൂകരിക്കാൻ ഒത്തൊരുമിച്ചുള്ള സംയോജിത ശ്രമം വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രമുഖ വാർത്താ ചാനലായ CNN-ലെ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗസൻ ജനതയ്ക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഇസ്രായേൽ നിഷേധിക്കുന്നതിനാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അന്താരാഷ്ട്ര നിയമവും അന്താരാഷ്ട്ര മാനവിക നിയമവും കാറ്റിൽ പറത്തുകയാണ് ഇസ്രായേലുകൾ. നിരപരാധികളായ ജീവനുകൾ നഷ്ടപ്പെട്ടതിനും വൻ നാശനഷ്ടത്തിനും ലോകം നഷ്ടപരിഹാരം ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 4 വിദേശികളെ അറസ്റ്റ് ചെയ്തു. ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ദാഖിലിയ ഗവർണറേറ്റിൽ തീപിടുത്തം. കൃഷി മാലിന്യങ്ങളും നിർമ്മാണ മാലിന്യങ്ങളും കത്തി നശിച്ചു. ബഹ്ല വിലായത്തിലാണ് സംഭവം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആർക്കും പരിക്കേറ്റിട്ടില്ല. കാർഷിക മാലിന്യങ്ങളും കെട്ടിട മാലിന്യങ്ങളും സുരക്ഷിതമായ രീതിയിൽ സംസ്കരിക്കണമെന്നും അപകടം ഒഴിവാക്കാൻ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ലോകകപ്പ് ഫുട്ബോൾ 2ാം ഘട്ട യോഗ്യതാ മത്സരത്തിൽ ഒമാൻ നാളെ മലേഷ്യയെ നേരിടും. സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ശക്തരായ മലേഷ്യക്കെതിരെ മികച്ച പോരാട്ടം നടത്തുന്നതിന് കഠിന പരിശീലനത്തിലാണ് ടീം ഒമാൻ. ഗ്രൂപ്പ് ഡിയിൽ ഇതുവരെ തോൽവി അറിയാത്ത മലേഷ്യ 6 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. ഒരു ജയവും ഒരു തോൽവിയുമായി 3 പോയിന്റോടെ ഒമാൻ 2ാം സ്ഥാനത്തുമാണ്. യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ദേശീയ ക്യാമ്പ് ഒരാഴ്ചയോളമായി സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ തുടരുകയാണ്. പുതിയ പരിശീലകൻ ജറാസ്ലാവ് ഹാവിയുടെ കീഴിലെ ആദ്യ ക്യാമ്പാണിത്. ഒരു പിടി പുതിയ മുഖങ്ങളാണ് ക്യാമ്പിലുള്ളത്. പുതിയൊരു ടീമിനെയും തൻ്റെ കളിശൈലിക്കൊത്ത താരങ്ങളെയും സൃഷ്ടിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തിലാണ് ഹാവിയുടെ ടീം സെലക്ഷൻ. മസ്കത്തിലെ ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് യോഗ്യതാ മത്സരങ്ങളിൽ അവസരം ലഭിക്കും. മസ്കത്തിൽ ആതിഥേയരെന്നുള്ള മുൻതൂക്കം ഒമാനാണെങ്കിലും മലേഷ്യൻ ടീം ശക്തരാണ്. പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വ്യക്തിയുടെ കാരുണ്യത്തിൽ ഇത്തവണയും നിരവധി പേർക്ക് മോചനം. തുടർച്ചയായി 8ാം വർഷമാണ് ദാഹിറ ഗവർണറേറ്റിൽ നിന്നുള്ള സ്വദേശി ഇത്തരത്തിൽ തടവിൽ കഴിയുന്നവരുടെ പിഴത്തുക അടച്ചുതീർത്ത് മോചിതരാക്കുന്നത്. ഇതുവഴി ഈ വർഷം 51 തടവുകാർ ജയിൽ മോചനം നേടും. 8 വർഷത്തിനിടെ 100 കണക്കിന് പേരാണ് സ്വദേശിയുടെ കാരുണ്യത്തിൽ ജയിൽ മോചനം നേടി ജീവിത സന്തോഷങ്ങളിലേക്ക് തിരികെ വന്നത്. പേരും വിവരങ്ങളും വെളിപ്പെടുത്താത്ത ഈ കാരുണ്യത്തിന് കൈയടിക്കുകയാണ് ഒമാനിലെ സ്വദേശികളും വിദേശികളും.
സാമൂഹിക മാധ്യമങ്ങളിലും വലിയ അഭിനന്ദനങ്ങളാണ് ഈ സൽപ്രവൃത്തിക്ക് ലഭിക്കുന്നത്. പിഴ അടയ്ക്കാൻ പണമില്ലാതെ ചെറിയ കുറ്റങ്ങൾക്ക് ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് ഒമാൻ ലോയേഴ്സ് അസോസിയേഷൻ മോചനം സാധ്യമാക്കുന്ന ഫാഖ് കുർബ പദ്ധതിയുമായി ചേർന്നാണ് ഈ അജ്ഞാതനും കാരുണ്യ പ്രവൃത്തിയിൽ ഭാഗമാകുന്നത്. 2012 ആരംഭിച്ച പദ്ധതിയിൽ ഇതിനോടകം ഗുണഭോക്താക്കളായത് 5890 തടവുകാരാണ്. ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് മോചനത്തിനുള്ള വഴി കണ്ടെത്തുന്നത്. റമസാനിലെ 15ാം രാവിൽ അരങ്ങേറുന്ന ഖറൻ കാശൂഹ് ആഘോഷത്തെ വരവേൽക്കാൻ വിപണി ഒരുങ്ങി. റമസാന് മുമ്പ് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ കടകളിൽ എത്തിയിരുന്നുവെങ്കിലും വലിയ തോതിൽ കച്ചവടം നടന്നിരുന്നില്ല. ആഘോഷ ദിവസം അടുത്തതോടെ ഏറെ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഹോൾസെയിൽ സ്ഥാപനങ്ങളിലും ഇതുവരെ വലിയ കച്ചവടമുണ്ടായിട്ടില്ല. വേഷപ്രച്ഛന്നരായി താളമേളങ്ങളോടെ സ്വദേശി വീടുകളുടെ വാതിലിൽ മുട്ടി സംഭാവന ചോദിച്ചു വാങ്ങുന്ന ആചാരമാണ് ഖറൻ കാശൂഹ്. റമസാൻ 14 അസ്തമിച്ച രാത്രിയിലാണ് ഖറൻ കാശൂഹ് എന്നു പേരുള്ള ആചാരവുമായി കുട്ടികളും ചെറുപ്പക്കാരും ഇറങ്ങുന്നത്. സ്വദേശികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലും പരിസരങ്ങളിലുമാണ് കൂടുതലായി രാത്രി സ്വദേശി കുട്ടികളും യുവാക്കളും വിവിധ വേഷം ധരിച്ച് മേളങ്ങളോടെ നിരത്തിലിറങ്ങുക. ഒമാൻ മലേഷ്യ ലോകകപ്പ് മത്സരം വീക്ഷിക്കാനെത്തുന്ന കാണികൾക്ക് കാർ സമ്മാനം പ്രഖ്യാപിച്ച് ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 6 കാറുകളാണ് സമ്മാനമായി ലഭിക്കുക. അൽസറൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഗൾഫ് ഔട്ടോമോട്ടീവ് ആൻഡ് എക്യുപ്മെന്റ് കമ്പനിയുമാണ് കാറുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതനായി. കൊടുങ്ങല്ലൂർ കടലായി പണ്ടാരപ്പറമ്പിൽ ഗോപി കുട്ടപ്പനാണ് ഗുബ്രയിൽ വെച്ച് മരണപ്പെട്ടത്. ഹോട്ടലിൽ കുക്കായി സേവനം ചെയ്തു വരികയായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ICF സർവീസ് ആൻഡ് വെൽഫെയർ ഭാരവാഹികൾ അറിയിച്ചു. മസ്കത്ത് KMCC സീബേരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ റഹീം വറ്റല്ലൂർ, ഷമീർ PTK, വാഹിദ് ബർക്ക, മറ്റ് ഭാരവാഹികളും ഏരിയ KMCC ഭാരവാഹികളും പങ്കെടുത്തു. MT അബൂബക്കറിന്റെ കാർമ്മികത്വത്തിൽ ഖാലിദ് കുന്നുമൽ, ഗഫൂർ താമരശ്ശേരി, ഇബ്രാഹിം തിരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവധിക്കാല യാത്രയ്ക്കൊരുങ്ങുന്ന സ്വദേശികളും വിദേശികളും യാത്രാരേഖകളുടെ കാലാവധി ഉറപ്പുവരുത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ്. യാത്രയ്ക്ക് മുമ്പ് രേഖകൾ പരിശോധിക്കുകയും കാലാവധി കഴിഞ്ഞവയാണെങ്കിൽ പുതുക്കുകയും വേണം. ഐഡന്റിഫിക്കേഷൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയവയുടെ കാലാവധി പരിശോധിക്കണം. ടിക്കറ്റ് ഉൾപ്പെടെ മറ്റു രേഖകളുടെ സാധുത ഉറപ്പുവരുത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.